കൊയിലാണ്ടി എക്സൈസ് ഓഫീസ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം തടയാൻ അന്വേഷണങ്ങളും റെയ്ഡുകളും ഊർജിതമാക്കുന്നു. റംസാൻ, ഓണം എന്നിവ മുന്നിൽ കണ്ട് രൂപീകരിച്ച എൻഫോഴ്സ്മെന്റ് പ്രവർത്തനത്തിൽ കഴിഞ്ഞ ആഴ്ച 9 നാർക്കോട്ടിക് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം കഞ്ചാവ് വിൽപ്പന നടത്താൻ ശ്രമിക്കവേ പയ്യോളി ഇരിങ്ങത്ത് സ്വദേശി പിടിയിലായി. പയ്യോളി ഇരിങ്ങത്ത് കുലുപ്പ പന്നിത്തടത്തിൽ ബാബു എന്നറിയപ്പെടുന്ന CK ജയപ്രകാശിനെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് മേപ്പയ്യൂരിലെ മഞ്ഞക്കുളം ജുമാ മസ്ജിദിന് സമീപത്തു നിന്നും എക്സൈസ് സംഘം പിടികൂടിയത്. കൊയിലാണ്ടി എക്സൈസ് ഓഫീസർ T രാജീവ് കുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ നീക്കത്തിലാണ് ഇയാളെ KL 56D 2198 ആപ്പ ഓട്ടോറിക്ഷയിൽ കഞ്ചാവ് വിൽപ്പനയ്ക്ക് എത്തിക്കാൻ ശ്രമം നടത്തവേ പിടികൂടിയത്. മേപ്പയ്യൂർ മഞ്ഞക്കുളത്ത് നിന്ന് ഓട്ടോറിക്ഷ തടഞ്ഞ് പരിശോധന നടത്തിയപ്പോഴാണ് 255 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തത്. മേപ്പയ്യൂർ ടൗണിലേക്ക് കഞ്ചാവ് ചില്ലറയായി വിൽപ്പനയ്ക്ക് എത്തിക്കുന്ന പ്രധാന കണ്ണിയാണ് ഇയാളെന്ന് കൊയിലാണ്ടി എക്സൈസ് ഇൻസ്പെക്ടർ പറഞ്ഞു. പയ്യോളി, മേപ്പയ്യൂർ, ചെറുവണ്ണൂർ ടൗണുകളിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്ന ജയപ്രകാശിനെ ഇന്നലെ വൈകുന്നേരത്ത് 7 മണിയോടുകൂടി മഞ്ഞക്കുളം ടൗണിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. കഞ്ചാവ് വേണമെന്ന് വ്യാജേന ഇയാളെ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് മഞ്ഞക്കുളം ടൗണിൽ എത്താൻ പ്രതി ആവശ്യപ്പെട്ട പ്രകാരം എക്സൈസിൻ്റെ പ്രത്യേക ഷാഡോ സംഘം അവിടെ എത്തുകയും ഈ ഓട്ടോറിക്ഷയിലാണ് കഞ്ചാവ് കിട്ടുന്നുള്ള രഹസ്യ വിവരം നേരത്തുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ 250 ഗ്രാം കഞ്ചാവായിട്ട് അറസ്റ്റ് ചെയ്തത്. മേപ്പയൂർ, പയ്യോളി ടൗണുകളിലെ അതായത് കൂലിപ്പണിക്കാർ, മറ്റ് മറുനാടൻ തൊഴിലാളികൾ എന്നിവർക്ക് വേണ്ടിയാണ് കഞ്ചാവ് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്കൂൾ, കോളേജ് കേന്ദ്രീകരിച്ചും വിൽപ്പന നടത്തുന്നുണ്ടെന്ന് പ്രതി സമ്മതിച്ചിട്ടുണ്ട്. പ്രതിയുടെ ഫോൺ കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ചതിൽ ഒരുപാട് വിൽപ്പനയ്ക്ക് ആവശ്യക്കാരെന്ന നിലയിൽ ഒരുപാട് സ്കൂൾ വിദ്യാർത്ഥികളുടെ കോളുകളാണ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് തുടരന്വേഷണം നടത്തേണ്ടതുണ്ട്. കൊയിലാണ്ടി കേന്ദ്രീകരിച്ച്, കൊയിലാണ്ടി പയ്യോളി കേന്ദ്രീകരിച്ച് വൻ രീതിയിലുള്ള മയക്കുമരുന്ന് വ്യാപാരം നടക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ 6 മാസത്തിനിടയ്ക്ക് കൊയിലാണ്ടി റേഞ്ചിൽ രജിസ്റ്റർ ചെയ്യുന്ന 9ാമത്തെ നർക്കോട്ടിക് കേസാണിത്. ഇതിൽ ഏകദേശം 35 കിലോളം കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട്. കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച 3 വാഹനങ്ങളും എക്സൈസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഓണം, റംസാൻ പ്രമാണിച്ച് വ്യാജമദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെ വ്യാപാരം കൂടുതൽ നടക്കാൻ സാധ്യതയുള്ളതിനാൽ കൂടുതൽ എൻഫോഴ്സ്മെൻറ്റ് വർക്കുകൾ നടത്തും. പിന്നീട് പ്രത്യേകിച്ച് പയ്യോളി ടൗൺ, റെയിൽവേ സ്റ്റേഷൻ, മേപ്പയൂർ, അങ്ങാടി എന്നിവ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വ്യാപാരത്തിൻ്റെ വേറെ കണ്ണികൾ പ്രവർത്തിക്കുന്നുള്ള വിവരം ശേഖരിക്കുന്നതിനായി പ്രത്യേക എക്സൈസ് ഷാഡോ സംഘത്തെ നിയമിച്ചു. ഇയാളെ പയ്യോളി കോടതി മുമ്പാകെ ഹാജരാക്കി. കൊയിലാണ്ടി എക്സൈസ് ഇൻസ്പെക്ടർ T രാജീവ് കുമാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന റെയ്ഡുകളിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PP വേണു, പ്രിവന്റീവ് ഓഫീസർ പത്മനാഭൻ KK, സിവിൽ എക്സൈസ് ഓഫീസർമാരായ V പ്രജിത്ത്, ജയപ്രസാദ് CK, സുബീഷ് NS, ബിജുമോൻ, ഡ്രൈവർ വിജയൻ എന്നിവരും കാര്യക്ഷമമായ ഇടപെടൽ നടത്തിവരുന്നു.